എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 36-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ലബ്ധാം നായഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതിപ്പിതു ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദികസോദരൈ സമമിമാം ചിത്വാധ ശാന്താത് പിതുസ്തേഷാം ജീവനയോഗമാവിധവരം മാതാ ച തേദാദ്വരാൻ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ലബ്ധാം നായഗണ. ആംനായഗണം എന്ന് പറഞ്ഞാൽ വേദസമൂഹങ്ങളാണ്. അതായത് വേദങ്ങളെല്ലാം പഠിച്ചു പരശുരാമൻ. എപ്പോഴേക്കും? ചതുർദശവയാ 14 വയസ്സ് ആയപ്പോഴേക്കും. ഗന്ധർവരാജേ, ഗന്ധർവരാജാവായ ചിത്രരഥനിൽ ആസക്താം കില, മനസ്സുകൊണ്ട് ആസക്തയായി തീർന്ന ആര്? മാതരം പ്രതി, അമ്മയായ രേണുകാദേവിയുടെ നേരെ. പിതാവായ ജമദഗ്നി മഹർഷിക്ക്. ക്രോധാകുലസ്യ, ക്രോധാകുലനായ. ആജ്ഞയാ, കൽപ്പന കേട്ട്. താദാജ്ഞാദിക സോദരൈ, അച്ഛൻ്റെ ആജ്ഞ ലംഘിച്ച സഹോദരന്മാരെയും. സമമിമാം ചിത്വാ, ഒപ്പം അമ്മയെയും കഴുത്തറത്തിട്ട്. അധ ശാന്താത് പിതു, പിന്നീട് ശാന്തനായ പിതാവിൽ നിന്ന്. തേഷാം ജീവനയോഗം, അവരുടെ, അതായത് അമ്മയുടെയും സഹോദരന്മാരുടെയും ജീവൻ തിരിച്ചു കിട്ടാനുള്ള വരം ആവിധ, വരം സമ്പാദിച്ചു. മാതാ ച തേദാദ്വരാൻ, അതായത് മാതാ ച തേ വരാൻ അതാത്, അമ്മയും അങ്ങേക്ക് വരങ്ങൾ നൽകി. ഈ അമ്മ വരം നൽകി എന്ന കാര്യം ഭാഗവതത്തിൽ പറയുന്നില്ല. ഇവിടെ പരശുരാമൻ സ്വന്തം അമ്മയെ വധിച്ച കഥ എല്ലാവർക്കും അറിയാം. അതായത് ഒരിക്കൽ അമ്മയായ രേണുകാദേവി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഗംഗാനദിയിലേക്ക് പോയി. അവിടെ അപ്സര സ്ത്രീകളോടുകൂടി ജലക്രീഡ ചെയ്യുന്ന ചിത്രരഥൻ എന്ന ഗന്ധർവ രാജാവിനെ കണ്ടു. നല്ല സുന്ദര കോമളനായ ഒരു രാജാവ്, ആരും കണ്ടാലൊന്നു നോക്കുന്ന തരത്തിലുള്ള ശരീരപ്രകൃതി. ആ സമയത്ത് ഏതൊരു സ്ത്രീയെയും പോലെ ഈ രേണുകാദേവിയും ആ ചിത്രരഥനെ നോക്കി അങ്ങനെ നിന്നു ഇത്തിരി സമയം. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൽ ആ സ്ത്രീക്ക് ഒരല്പസമയം ആസക്തി തോന്നി എന്ന് വേണം പറയാൻ. അങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് സമയം പോയത് അവരറിഞ്ഞില്ല. വെള്ളം എടുക്കാൻ പോയിട്ട് വളരെ വൈകിയാണ് ആശ്രമത്തിൽ തിരിച്ചെത്തിയത്. ധർമ്മപത്നിയുടെ മാനസിക വ്യഭിചാരം ജമദഗ്നി മഹർഷിക്ക് മനസ്സിലായി. അതോടുകൂടി ദേഷ്യം വന്നു. കോപമൂത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ണു കാണില്ലല്ലോ. മക്കളെ സമീപിക്കുകയാണ്. 5 മക്കളുണ്ട് ജമദഗ്നി മഹർഷിക്ക് ഈ രേണുകാദേവിയിൽ. മൂത്ത 4 പുത്രന്മാരോടും പറഞ്ഞു അമ്മയെ വധിക്കൂ, അമ്മ തെറ്റ് ചെയ്തിരിക്കുന്നു. ആരും അനുസരിച്ചില്ല. പക്ഷേ അവസാനത്തെ പുത്രനായ 14 വയസ്സു മാത്രം പ്രായമുള്ള പരശുരാമനോട് പറഞ്ഞതും അച്ഛനല്ലേ പറഞ്ഞിരിക്കണേ, ഇനിയിപ്പോൾ ഒന്നും ചിന്തിക്കാനില്ല. കാരണം വീണ്ടും വിചാരം വെക്കാനുള്ള പ്രായമായിട്ടില്ല. 14 വയസ്സേ ആയിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞത് അപ്പടി അങ്ങോട്ട് അനുസരിച്ചു. അമ്മയുടെ കഴുത്ത് എപ്പോഴും ഉണ്ടല്ലോ കയ്യിൽ പരശു, വീശി അങ്ങോട്ട് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ പറയാ, ഞാൻ പറഞ്ഞത് അനുസരിക്കാത്ത ഈ ജ്യേഷ്ഠന്മാരെയൊക്കെ വധിക്കണമെന്ന്. ശരി, അവരെയൊക്കെയും വധിച്ചു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജമദഗ്നി മഹർഷിയുടെ കോപമെല്ലാം ശമിച്ചു. ആ സമയത്ത് സന്തോഷത്തോടെ രാമനോട് ചോദിക്കുക, മോനെ എന്ത് വരാൻ നിനക്ക് വേണ്ടേ? നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നൂലോ. അപ്പം എന്താ ബുദ്ധിമാനായ പരശുരാമൻ പറയുന്നതെന്നറിയോ? എൻ്റെ അമ്മയെ ജീവിപ്പിക്കണം, കൂടെ സഹോദരങ്ങളെയും. ഇനി ഒരു വരം കൂടി ചോദിക്കൂ. അപ്പോൾ പറയാണ്, ഞാൻ അവരെ വധിച്ചത് അവർക്കൊന്നും ഓർമ്മ ഉണ്ടാവാനും പാടില്ല. ആ കാര്യം ഭാഗവതത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
വരേണ ചന്തയാമാസ പ്രീത സത്യവതീ സുത വൗരേഹതാനാം രാമോപി ജീവിതം ചാസ്മൃതിം വധേ എന്ന്. ഇനി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? 14 വയസ്സിൽ എല്ലാ വേദസമൂഹങ്ങളും പഠിച്ച് അങ്ങ് ഗന്ധർവരാജനായ ചിത്രരഥനിൽ മനസ്സുകൊണ്ട് ആസക്തയായിത്തീർന്ന മാതാവിനെയും പിതാവിൻ്റെ ആജ്ഞ ലംഘിച്ച സ്വന്തം സഹോദരന്മാരെയും ക്രോധാകുലനായ അദ്ദേഹത്തിൻ്റെ ആജ്ഞ കേട്ട് ശിരച്ഛേദം ചെയ്യുകയും പിന്നീട് ശാന്തനായ പിതാവിൽ നിന്ന് അവർക്ക് പുനർജന്മമാകുന്ന വരം സംലബ്ധമാക്കുകയും ചെയ്തു. കൃതജ്ഞയായി മാതാവും അങ്ങയ്ക്ക് വരങ്ങൾ നൽകി. ഹരേ കൃഷ്ണ.